വേടൻ ഈ കേരളത്തിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാകാരനാണ്. സ്വന്തമായിട്ട് എഴുതുക, സ്വന്തമായിട്ട് പാടുക, സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ജനങ്ങളുടെ അംഗീകാരം നേടിയിട്ടുള്ള, പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ ഒരു ഇടതുപക്ഷ ആഭിമുഖ്യത്തോടുകൂടി തന്നെയാണ് ദളിത് ജനവിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ ഐക്യവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെയും താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചെറുപ്പക്കാരനെന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അത് ആ വേടൻ്റെ ആ പ്രത്യേകതയെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നാൽ വേടൻ തെറ്റായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വേടൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അത് ഞാൻ തിരുത്തുകയാണ്. അപ്പോൾ തിരുത്താനുള്ള ഒരു ഇടപെടൽ എന്ന രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഇടപെടൽ കണ്ടാൽ മതി. അതിനപ്പുറത്ത് ഏതെങ്കിലും രീതിയിലുള്ള വേട്ടയാടാൻ ഒരു ശ്രമവും കേരളീയ സമൂഹം ഞാൻ പറഞ്ഞു തീരട്ടെ, അങ്ങനെയുള്ള ഒരു ശ്രമവും കേരളീയ സമൂഹം അംഗീകരിക്കില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതല്ലാതെ രീതിയിലുള്ള മറ്റൊരു വേട്ടയാടലും ഒരു തരത്തിലും കേരളീയ സമൂഹം അംഗീകരിക്കില്ല എന്നാണ് പറഞ്ഞതിൻ്റെ. മന്ത്രിയുടെ മൊഴി അത്ര ഗൗരവമായി കാണുന്നു. അത് ഉൾപ്പെടെ അതെല്ലാം എത്രയോ കൊല്ലം മുമ്പ് ഇവിടെ ചർച്ച ചെയ്തതല്ലേ. ഇതിപ്പോൾ വേഗം തീരുമാനവും. ആ സന്നാഹമൊന്നും ഉണ്ടാവില്ല. ഇത് വളരെ വേഗം തീരുമാനവും. പോരെ, 10-13 കൊല്ലമായില്ലേ മറ്റേ കാര്യം പ്രശ്നം. അതായത് ചോദ്യം മനസ്സിലായി. ഞാൻ പറയുന്ന ഉത്തരം കേൾക്ക്. അതായത് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ 10-13 കൊല്ലമായി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് മോഹൻലാലിൻ്റെ പ്രശ്നത്തിൽ. ഇത് അത്രയൊന്നും കൊല്ലാവില്ല. വളരെ വേഗം തീരുമാനമാവും. പോരെ, അതിനേക്കാളും ഒക്കെ വേടന് പരിരക്ഷയുണ്ട് കേരളത്തിൻ്റെ. അതിന് നിങ്ങൾക്കൊരു സംശയവും വേണം. നിങ്ങൾ അവരെ സംരക്ഷിക്കാന്ന് കണ്ടിപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. അവരെ സംരക്ഷിക്കാന്ന് പറഞ്ഞിട്ട് അവർക്കെതിരായിട്ട് കളിക്കാൻ നല്ല സംരക്ഷണമുണ്ട് വേടന്. പോരെ, ആര് മോഹൻലാലിന്റെ കേസിൽ സ്റ്റേ നീക്കാനുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുമെന്നുള്ളതാണ്. ആര്? വനം വകുപ്പോ? അത് വനം വകുപ്പോട് ചോദിക്കണം എന്താ അവരെ ഉദ്ദേശിക്കുന്നതെന്ന്. എന്നോട് ചോദിച്ചാൽ ഞാൻ വനം വകുപ്പിൻ്റെ വെക്കതാവാൻ പറ്റാ. അത് തിരക്കില്ല. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. വേടൻ്റെ മേലെയുള്ള ഒരു തരത്തിലുള്ള വേട്ടയാടലും കേരളീയ സമൂഹം അംഗീകരിക്കുന്നതല്ല. കേരള ഗവൺമെൻറ് ആ നിലപാട് സ്വീകരിക്കുന്നില്ല.